അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഇത് ഉപകാരപ്രദമാക്കി അമ്മ മാറ്റണമേ. അമ്മയെ കഴിഞ്ഞ ശനിയാഴ്ച അദാലത്തിന് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ചെല്ലണ്ട എന്ന് പറഞ്ഞു. അമ്മയെ കട ബാധ്യതകൾ മാറുവാൻ വേഗം കേസിന്റെ പൈസ കിട്ടുവാൻ അമ്മ ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ രോഗങ്ങളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ എന്നും അപേക്ഷിക്കുന്നു. അമ്മിണി ജോയി ചെന്നിത്തല. അമ്മയ്ക്ക് തിരുകുമാരനും നന്ദി. എന്റെ പേര് അമ്മിണി ജോയി എന്നാണ്. എന്റെ ഭർത്താവിന്റെ പേര് ഐപ് ജോയി എന്നാണ്. ഞാൻ ചെന്നിത്തല എന്ന സ്ഥലത്ത് ആണ് താമസിക്കുന്നത്. എന്റെ ഭർത്താവിന് അസഹനീയമായ നടുവേദനയാണ്. പിന്നെ മക്കളെ ഓർത്ത് വളരെയേറെ വിഷമത്തിലാണ്. ഭർത്താവിന് 3 സഹോദരങ്ങളുണ്ട്. അവരുടെ ഭർത്താവിനെ ഒറ്റപ്പെടുത്തുകയാണ്. അതിൻ്റെതായ മാനസിക വിഷമങ്ങൾ ഭർത്താവിനുണ്ട്. വീട്ടിൽ 3 പശുക്കളുണ്ട്. അതുങ്ങളെ വളർത്തിയാണ് മക്കളെ ഇതുവരെ നോക്കിയത്. ഇപ്പോഴും കഷ്ടപ്പാടാണ്. കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലാതായതിൻ്റെതായ വിഷമവും. അതിനുവേണ്ടി അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്ക് കൈക്ക് കാലിനും വിട്ടുമാറാത്ത വേദനയാണ്. തൊണ്ടയ്ക്ക് തൈറോയിഡിന്റെ അസ്വസ്ഥതകളാണ്. അതിന് ഗുളിക ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാറിക്കിട്ടാനായി പ്രാർത്ഥിക്കണം. ഭവനത്തിൽ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലാത്തതിന്റെ കാര്യം പറഞ്ഞ് പ്രശ്നങ്ങളാണ്. ഒരു ഉയർച്ചയും ഉണ്ടാകുന്നില്ല. മക്കൾക്ക് വീട് ആയിട്ടില്ല. ഇതിനു വേണ്ടി അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എനിക്ക് 3 മക്കളാണുള്ളത്. എന്റെ മൂത്ത മകൻ മോൻസി മകന്റെ വിവാഹം കഴിഞ്ഞ് 3 വർഷം ജീവിച്ചു. അതിനുശേഷം ഭാര്യ സ്വന്തം ഇഷ്ടത്താലെ വേർപിരിഞ്ഞു പോയി. ഇപ്പോൾ മകന്റെ ജോലി നഷ്ടപ്പെട്ട് 3 വർഷമായി ഇപ്പോൾ ആകെ നിരാശയായി മദ്യത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. വിസയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. മസ്കറ്റിലേക്കാണ്. അതിന്റെ തടസ്സം മാറി കിട്ടുന്നതിനും വിസ പെട്ടെന്ന് റെഡിയാക്കി കിട്ടുവാനും നല്ലൊരു വിവാഹ കഥ കിട്ടുവാനും അമ്മ മാതാവേ അമ്മ സഹായിക്കണമേ. രണ്ടാമത്തെ മകൻ മാത്യു, അവന്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമാവുന്നു. അവന് വിസയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ തടസ്സം മാറി കിട്ടുവാനും അവൻ തികഞ്ഞ ഒരു മദ്യപാനിയാണ്. ചില കൂട്ടുകെട്ടും ഉണ്ട്. അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടണം. മകന് ഒരു മകളുണ്ട്. 4 വയസ്സുണ്ട്. ജിയ മാത്യു എന്നാണ് പേര്. LKG-യിലാണ് പഠിക്കുന്നത്. അവൾക്ക് പഠിക്കുവാൻ ബുദ്ധി കൊടുക്കുവാനും സഹായിക്കുമാറാകണം. മകന്റെ ഭാര്യ 2ാമത് ഗർഭിണിയാണ്. 5 മാസമായി. അവളുടെ ഗർഭപാത്രത്തിന് കട്ടി കുറവാണ്. ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അത് എല്ലാം അമ്മ മാറ്റി തരുവാൻ സുഖപ്രസവം ലഭിക്കുവാനും അമ്മ മാതാവേ സഹായിക്കുമാറാകണമേ. 3ാമത്തെ മകൻ സിന്ധു തോമസ്, അവന്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷങ്ങളാവുന്നു. മകൻ പട്ടാളത്തിലാണ്. ഇപ്പോൾ അസ്സാമിലാണ്. മകന് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായ വിടുതൽ കിട്ടണം. മകന്റെ ഭാര്യയ്ക്ക് നടുവേദന വിട്ടുമാറുന്നില്ല. പ്രസവശേഷമുള്ള നടുവേദനയാണ്. കുഞ്ഞിന് ഇപ്പോൾ 5 മാസമായപ്പോഴും കുഞ്ഞിന് പനിയാണ്. മകൾ പോസ്റ്റ് BSc എക്സാമിന് ഫസ്റ്റ് ഇയർ എഴുതി നിൽക്കുകയാണ്. അതിന്റെ റിസൾട്ട് നവംബർ ലാസ്റ്റിൽ വരും. അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അമ്മേ മാതാവേ ഞങ്ങളുടെ ഈ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ബിന്ദു പ്രാർത്ഥന.
പരിശുദ്ധമേ മാതാവിനെ സമർപ്പിക്കുന്ന ഈ അപേക്ഷകൾക്ക് അങ്ങ് സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. 2-3 ആഴ്ച കൊണ്ട് എന്റെ തലയുടെ വലതു ഭാഗത്ത് കഠിന വേദനയുണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ വല്ലാത്ത വലത്തെ പല്ലുകൾക്കും വേദനയുണ്ടാകുന്നു. ഈ കാരണത്താൽ ഞാൻ ആകെ വിഷമത്തിലാണ്. ഈ വേദനയെല്ലാം മാറി കിട്ടാൻ അമ്മ വഴി പുത്രതമ്പരാനോട് യാചിക്കുന്നു. ഇത് ഒരു ഉപകാരസ്മരണയ്ക്കായി മാറ്റാൻ സമർപ്പിക്കുന്നു. അതിനുവേണ്ടി അമ്മ ഇടവരുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ കൂട്ടായ്മയിലെ എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. ലാലൻ എരുവ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ അപേക്ഷ ഉപകാരസ്മരണയ്ക്കായി അമ്മ മാറ്റണമേ. എനിക്ക് ബാബു എന്ന മകൻ കുറച്ച് പൈസ തരുവാനുണ്ട്. ആ പൈസ 30-ാം തീയതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൈസ ഒരു തടസ്സവും കൂടാതെ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ദൈവമക്കളും മാതാവിൻ മധ്യസ്ഥയെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സെലിൻ യോഹന്നാൻ മുട്ടാട്. പരിശുദ്ധമേ, എന്റെ ഈ അപേക്ഷകളെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഇത് ഉപകാരസ്മരണയ്ക്കായി അമ്മ മാറ്റണമേ. എന്റെ മകൻ ഫ്രാൻസിസിന്റെ MBA സർട്ടിഫിക്കറ്റ് ഉടനെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ ജീവിത പങ്കാളി യോഹന്നാന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് പണം ലഭിക്കാനുണ്ട്. അത് അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ലഭിക്കുന്നതിന് അപേക്ഷിക്കുന്നു. എന്റെ മകൻ ഫ്രാൻസിസ് ഇപ്പോൾ ചെയ്യുന്ന ജോലി സ്ഥിരമാകുന്നതിന് ഉടനെ കമ്പനി വിസ ലഭിക്കുന്നതിന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ മകളായ മേരി ഇപ്പോൾ എഴുതിയ LDC പരീക്ഷ ഉന്നത വിജയം ലഭിക്കുന്നതിനും ഉടനെ ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതിനും വേണ്ടി അപേക്ഷിക്കുന്നു. എന്റെ മക്കൾ അപ്പോണിയെയും കുഞ്ഞിനെയും പരിശുദ്ധാത്മാവിന്റെ കരുണയാൽ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ അന്ധകാര ശക്തികളെ നീക്കി പരിശുദ്ധാത്മാവാൻ നിറച്ച് അമ്മ നയിക്കണമെന്ന് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ പൂർണ്ണമായി അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായ അമ്മയുടെ ഹൃദയത്തിലേക്ക് കൊടുക്കാം. പിതാവിന്റെ തിരുഹിതം പോലെ ഈ മക്കളെ ആസാനപ്പെടുത്തട്ടെ. അവിടുത്തെ വിശ്വാസത്തിൽ ഈ മക്കളെല്ലാം അടിയുറയ്ക്കുവാൻ, അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ഇടയാക്കുവാൻ വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് സമൃദ്ധമായി മാതാവിന്റെ മാധ്യസ്ഥ പിതാവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.